മാതൃകരാകുകയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. ഇതേക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് കൊച്ചി മാഗസിനിൽ അടുത്തതായി. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ലൈബ്രറി വിഭാഗത്തിലെയും കമ്പ്യൂട്ടർ സയൻസിലെയും അത്യധ്വാനികളായ ഒരു സംഘം പ്രൊഫഷണലുകളാണ് കോഹൻ എന്ന ലൈബ്രറി സോഫ്റ്റ്വെയർ കുസാറ്റ് ലൈബ്രറിയിൽ ഇൻസ്റ്റാൾ ചെയ്തത്. ലിനക്സ് അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്ത ഈ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം ഓൺലൈൻ കാറ്റലോഗിൽ ഉപയോഗിക്കാൻ കഴിയും. പതിനായിരങ്ങളും ലക്ഷങ്ങളും മുടക്കി ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ തികച്ചും സൗജന്യമായി വികസിപ്പിച്ചെടുക്കുകയും അത് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും സൗജന്യമായി നൽകാനും തീരുമാനിച്ച ഈ പ്രൊഫഷണലുകൾക്ക് സർവകലാശാല അധികൃതർ അകമഴിഞ്ഞ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. കോഹൻ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കാൻ വ്യത്യസ്ത യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ലൈബ്രറിയന്മാർക്ക് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സൗജന്യ പരിശീലനവും ഇവർ സംഘടിപ്പിച്ചു. ട്രെയിനിങ്ങിന് നേതൃത്വം നൽകിയ ഏഷ്യൻ ബിസിനസ് സ്കൂൾ അസിസ്റ്റന്റ് ലൈബ്രറിയൻ വിമൽ കുമാർ, ഈ കോഹ ലൈബ്രറി മാനേജ് സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ സൗജന്യമാണ്. അതുപോലെ ഒരു അപ്ഗ്രേഡും ബാക്കി തുടർന്ന സേവനങ്ങളും എല്ലാം സൗജന്യമാണ്. ഈ കാണുന്നത് ലൈബ്രറിയിൽ ഉപയോഗിക്കാനുള്ള ഒരു മൊഡ്യൂളാണ്. ഈ മൊഡ്യൂൾ വഴി ലൈബ്രറിയിലെ എല്ലാ ആക്ടിവിറ്റീസും, അതായത് കാറ്റലോഗിങ്, സർക്കുലേഷൻ, അതുപോലെ അനുബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം ഈ മൊഡ്യൂൾ വഴി ലൈബ്രറിന് വളരെ കാര്യക്ഷമമായി ചെയ്യാൻ പറ്റും. ഈ ഇന്റർഫേസ് ലൈബ്രറി യൂസേഴ്സിനുള്ളതാണ്. ഇത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുവഴി കാറ്റലോഗ് സെർച്ച് ചെയ്യേണ്ടവർക്ക് വീട്ടിലിരുന്ന് തന്നെ ലൈബ്രറിയിലെ ബുക്കുകൾ തിരയാൻ പറ്റും. ഇന്ത്യയിൽ ഡൽഹി പബ്ലിക് ലൈബ്രറി ഈ സോഫ്റ്റ്വെയർ ഏതാണ്ട് 2000 മുതൽ ഉപയോഗിച്ചു വരുന്നു. വിവിധ ഭാഷകൾ ഉള്ള ബുക്കുകൾ ഈ സോഫ്റ്റ്വെയർ വഴി കാറ്റലോഗ് ചെയ്യാൻ പറ്റും. MIT ലൈബ്രറിയും HP ലാബും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത DSpace അഥവാ ഡിജിറ്റൽ ലൈബ്രറിയും കുസാറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ റിസർച്ച് മെറ്റീരിയൽ, സെമിനാർ റിപ്പോർട്ട്സ് തുടങ്ങി 2000-ലധികം ഡിജിറ്റൽ കണ്ടന്റ്സ് ആണ് ഡിജിറ്റൽ ലൈബ്രറിയിലെ ഒറ്റ ക്ലിക്കിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു കിടക്കുന്നത്. ലോകത്ത് ആർക്കും ഏത് സമയത്തും ഇത് ലഭ്യമാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച കുസാറ്റ് കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകൻ G. സന്തോഷ് കുമാർ, കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എല്ലാവിധ ഡിജിറ്റൽ മെറ്റീരിയൽസും ഓൺലൈനായിട്ട് അവൈലബിൾ ആക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് നമ്മൾ ഡിജിറ്റൽ ലൈബ്രറി കുസാറ്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും അവരുടെ ഡിജിറ്റലൈസ്ഡ് മെറ്റീരിയൽസ് നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റും. ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ സയൻസിന്റെ മെറ്റീരിയൽസ് നമുക്ക് കാണാം. ബുക്കുകൾ, മാസ്റ്റർ ഡിഗ്രി തീസിസുകൾ, അതുപോലെ PhD ചെയ്തതിന്റെ അബ്സ്ട്രാക്ട്സ്, സെമിനാർ പ്രസന്റേഷൻസ്, സെമിനാർ റിപ്പോർട്ടുകൾ, ഇതെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് കൊടുക്കാൻ പറ്റും. കോഹൻ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റവും ഡിജിറ്റൽ ലൈബ്രറിയും ഉപയോഗിച്ചുകൊണ്ട് സോഫ്റ്റ്വെയർ രംഗത്ത് ബദലുകൾക്ക് ശക്തി പകരുക എന്ന പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ കുസാറ്റ് ജൂനിയർ ലൈബ്രറിയൻ സുരേന്ദ്രൻ ചെറുകോടൻ, കോഹ സോഫ്റ്റ്വെയറിന്റെ ഒരു CD നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ ലൈബ്രറികൾക്ക് ഒരു മുതൽമുടക്കുമില്ലാതെ അവരുടെ ലൈബ്രറി ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. DSpace സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ യാതൊരു മുതൽമുടക്കുമില്ലാതെ ഏതൊരു ലൈബ്രറിയിലും വളരെ ചെറിയ പരിശ്രമം കൊണ്ട് അവരുടെ ലൈബ്രറികളിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. കോഹ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ലൈബ്രറി ആയിരിക്കും കുസാറ്റ്. അതേപോലെ തന്നെ ഡിജിറ്റൽ ലൈബ്രറി, DSpace ഡിജിറ്റൽ ലൈബ്രറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഒരു ഡിജിറ്റൽ ലൈബ്രറി ഉണ്ടാക്കിയിട്ടുള്ള ഏക ലൈബ്രറിയും കുസാറ്റ് തന്നെയാണ്. ഒരു ലൈബ്രറിന് സംശയം വന്നു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ ആ സംശയം അയച്ചു കഴിഞ്ഞാൽ അതിന് 100 ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും. ഈ സോഫ്റ്റ്വെയർ വന്നതിന് ശേഷം പ്രത്യേകത എന്ന് വെച്ചാൽ പ്രീവിയസ്ലി അൺആക്സസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനകത്തും കെട്ടിക്കിടന്ന നോളജ് ഈ സോഫ്റ്റ്വെയറിലൂടെ, ഡിജിറ്റൽ ലൈബ്രറിയിലൂടെ ഡിസിമിനേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് പുറം ലോകത്ത് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ പുറം ലോകത്തിന് ആക്സസ് ചെയ്യപ്പെടുന്നു. അതാണ് ഈ ഡിജിറ്റൽ ലൈബ്രറി, ഈ ഓപ്പൺ സോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലൈബ്രറീസിന് സ്വയം പഠിക്കുകയും അവരിതിൽ ഡെവലപ്പ് ചെയ്യും, അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുകയും ആ കമ്മ്യൂണിറ്റിയിലൂടെ അവരുടെ വിവിധ സംശയങ്ങൾ, അവർക്ക് വരാവുന്ന തടസ്സങ്ങളൊക്കെ കമ്മ്യൂണിറ്റി ഷെയർ ചെയ്തിട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന സമ്പ്രദായമാണ് ഈ ഓപ്പൺ സോഴ്സിന്റെ ഡെവലപ്മെന്റിനും അതിന്റെ വളർച്ചയ്ക്കും ഉള്ളത്. സ്വതന്ത്ര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പ്രവർത്തനത്തിന് കുസാറ്റ് അധികൃതരും സംസ്ഥാന സർക്കാരും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതിന്റെ ആഹ്ലാദത്തിലാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ.